ഏ ആളെ നമുക്ക് സെറ്റാക്കാം. ഓ ആഹാ അല്ലടാ അതെ വെയിലൊക്കെ ഒന്നാവട്ട്. മഴ ഭയങ്കര തണുപ്പടാ, പണിയെടുക്കാൻ വയ്യ. ഓ ഓ ഓ ഞാൻ വിളിക്കാം കേട്ടാ. അല്ല ഒന്നുമില്ല, ഇവിടെ ഒരു മരം ചാഞ്ഞേ, എന്താ സംഭവം എന്ന് ചോദിക്കട്ടെ. ആ മഴയും കാറ്റും ഒക്കെ അല്ലേ. ശരിടാ. ഞാൻ നീ എന്താ കിടക്കുന്നേന്ന് ജസ്റ്റ് ഒന്ന് ചോദിക്കാൻ വന്നല്ലേ ഉള്ളൂ. നീ ചീറ്റണ എന്തിന്? ഞാൻ ചീറ്റ പോലെയൊന്നും അല്ല ചീറ്റ. ഞാൻ ഇവിടെ ഇരുന്നാലേ ശരിയാവും. പോണോ പാറ പോലെ പോലെ അല്ല പാറ പോലെ പോലെ പാറേ. ചേട്ടാ എന്നെ ശല്യപ്പെടുത്താതെ പോവാൻ പറ്റോ? ശല്യപ്പെടുത്താതെ പോകാൻ പറ്റുന്നു? നീ ചീറ്റണേ അതല്ല ഞാൻ ചോദിക്കണേ. ഞാൻ ചീറ്റുന്നില്ലല്ലോ. ആര് ചീറ്റുകാരി പറയണേ? എന്റെ പൊന്നളിയാ, ഒരാള് ഭയങ്കര കലിപ്പിലാണ് കേട്ടാ. നമ്മൾ ഈ പട്ടിയുടെ പാലിൽ ചെന്ന് ചവിട്ടുമ്പോളേ തക്കനെ അത് ചാടി ഒരു കടിക്കാൻ വരവില്ലേ, അതേപോലെ ഈ കുട്ടി ചീറ്റിക്കൊണ്ടൊരു വരവ്. പട്ടിക്കുഞ്ഞിനെ വേണമെന്ന് വാശി പിടിച്ചിരിക്കല്ലേ, അപ്പൊ ഇച്ചിരി മുക്കലും ചീറ്റിലും ഒക്കെ കാണും. കുറച്ച് കഴിയുമ്പോ കടിക്കും. പറയാൻ പറ്റില്ല ഇവളെ. കൊച്ചേ, ഞാൻ ഒരു കാര്യം പറയാം. ഇനി ഇതിന്റെ പേര് സ്കൂളിൽ പോകാതെയോ കുളിക്കാതെയോ കഴിക്കാതെയോ നനയ്ക്കാതെയോ എങ്ങനെ ഇരിക്കാനാണ് ഉദ്ദേശമെങ്കിൽ പാറു നിന്നുകൊള്ളും. അതുപോലെ തന്നെ വാശി പിടിക്കാനും നിൽക്കരുത്. എന്താ ഒരു കൊച്ചല്ലേ, അതിന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറയാവോ? ആ കൊച്ചു കുഞ്ഞ് അങ്ങനെ പല ആഗ്രഹങ്ങളും പറയും. അതിലൊത്ത് തുള്ളാനൊന്നും ഇവിടെ ആരും ഇല്ല. എനിക്ക് പട്ടീനെയും പൂച്ചേനെയും ഒന്നും വേണ്ട. ആഗ്രഹങ്ങൾ ഞാൻ മനസ്സിൽ വെച്ചോളാം. മക്കളെ, ഞാൻ എന്തോ നീ കേട്ടത്? നീ ഇത്ര പെട്ടെന്ന് പിന്മാറിയാ? അയ്യയ്യയ്യേ, മോശം മോശം മോശം, വളരെ മോശം. നമ്മളൊരു കാര്യം ആഗ്രഹിച്ച അത് കിട്ടണം വരെ നമ്മൾ ഒറ്റ മൈൻഡിൽ നിൽക്കണം. അല്ല, നീ ചേച്ചിയും ചേട്ടനെ കണ്ടു പഠിക്ക്. ഓരോരോ ആവശ്യങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്തിരിക്കണം എന്നറിയോ? നിരാഹാരം, സത്യാഗ്രഹം, പട്ടിണി, പ്രതിഷേധം, അങ്ങനെ എണ്ണമറ്റാത്ത കാര്യങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അല്ലേ കേശു? പിന്നെ അല്ല മകളെ, നിനക്കൊരു കാര്യം അറിയൂ? പണ്ട് ഇതേപോലെ ചേട്ടന് സൈക്കിള് വേണം എന്നൊരാഗ്രഹം പറഞ്ഞു, മേടിച്ചരില്ലെന്ന് അവരും പറഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത്, അവിടെ ആ മാവിന്റെ ചോട്ട് ഞാൻ സത്യാഗ്രഹം കിടന്നു ഷെഡ് അടിച്ച്. അല്ലേ ചേച്ചി? മതി കേട്ടാ, കൊച്ചിനെ കൂടുതൽ അങ്ങനെ ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ പട്ടീനെ മേടിക്കോ പൂച്ചേനെ മേടിക്കോ എന്താന്ന് വെച്ചാ കാണിക്കുക, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇത് ഇതുവരെ തീർന്നില്ലയോ? എനിക്കും പട്ടിയെ ഇഷ്ടമൊക്കെയാ, പക്ഷെ മുറിയിലോട്ടും അടുക്കളയിലോട്ടും ഒന്നും കയറ്റാൻ ഞാൻ സമ്മതിക്കത്തില്ല. അമ്മൂമ്മ, എന്റെ അച്ഛനും ഇതേപോലെ തന്നെയാ. വീടിന്റെ പുറത്ത് വെച്ച് ഇതുങ്ങൾക്കെല്ലാം ഭക്ഷണം കൊടുക്കും, പക്ഷെ എങ്ങാനും വീട്ടിനകത്ത് കയറിയാ കിട്ടിയ സാധനത്തിൽ എറിഞ്ഞിടാൻ നോക്കത്തു. பாவம் பாரு, எனக்கு அவளை நினைச்சாலே ரொம்ப வருத்தமா இருக்கு. ലച്ചു, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ എന്താന്ന് വെച്ചാ കാണിക്കാൻ. അവര് കാര്യം ചേട്ടെ, പട്ടിക്കുട്ടിയെ മേടിച്ചു കൊടുക്കാം, കനാണ്ട് നോക്കിക്കോളും. நான் எல்லாம் பாத்துக்க மாட்டேன், பாரு பாத்துப்பா. അയ്യോ, പാറ സ്കൂളിൽ പോകുമ്പോ ആര് പാപ്പും? அது என்னன்னா, டேய் எனக்கு இந்த பட்டி பூச்சி எல்லாம் ரொம்ப பிடிக்கும், ஆனா ரொம்ப பயம். ഇത്രയും സംസാരിക്കാൻ ഞാൻ സിംഹത്തിനെ മേടിച്ചതല്ല പറഞ്ഞത്, പട്ടിക്കുട്ടിയെ മേടിച്ചതന്നാ പറഞ്ഞത്. പാറൂസേ, ദുബായിലായിരുന്നെങ്കിലേ ഞാൻ സിംഹക്കുട്ടീനെയും പുലിക്കുട്ടീനെയൊക്കെ മേടിച്ചു തന്നേനെ. നമ്മളതിനിപ്പോ ദുബായിലല്ലല്ലോ. അതല്ലേ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തത്. പാറൂസേ, പാറൂസ് വിഷമിക്കണ്ട, ഒരു കാര്യം ചെയ്യാം, പട്ടിക്കുഞ്ഞിനെ മേടിച്ചു തരാം. പക്ഷേ ലച്ചു ചേച്ചി സമ്മതിക്കണം. ലച്ചു ചേച്ചി സമ്മതിക്കാതെങ്ങാനും ഞാൻ പട്ടിക്കുഞ്ഞിനെ മേടിച്ചു തന്നു കഴിഞ്ഞാലേ പിന്നെ എനിക്ക് പട്ടിയുടെ വില പോലും ഇവള് തരത്തില്ല. അതാ ചേട്ടാ, ഇതിനൊക്കെ ലച്ചു ചേച്ചിനെ വലിച്ചിട്ട് എന്തിനാന്നേ? ഞാൻ ഇത് മൂന്നാമത്തെ തവണയാണ് പറയുന്നത്. പട്ടീനെ മേടിക്കേ പൂച്ചേനെ മേടിക്കേ എന്താന്ന് വെച്ചാ ആയിക്കോ, എനിക്കൊന്നും അറിയാം. ഐ അപ്രൂവ്ഡ്. ഇത് ചുമ്മാ വെറുതെ ഒന്നും നടക്കാൻ പോണില്ല. കേശുവേ, ഇതിപ്പോ നമുക്ക് തന്നെ ഡീൽ ചെയ്യാം. നീ ഒരു കാര്യം ചെയ്യ്, കൊച്ചിന്റെ വേണ്ട പട്ടിക്കുഞ്ഞ് ഏതാന്ന് വെച്ചാൽ അതിനെ വാങ്ങിച്ചു കൊടുത്തരാ കേട്ടോ. ஆமாண்டா கேசு, நீ என்ன செய்தாலும் லெச்சு ஒண்ணுமே சொல்ல மாட்டா, நீ வாங்கி கொடுறா. കാര്യമൊക്കെ ശരി തന്നെ. ഞാൻ ഇപ്പോൾ ഒരു പട്ടിക്കുട്ടിയെ ഒക്കെ മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചേച്ചി എന്നെ ഒന്നും പറയില്ല. പക്ഷേ എവള് ചോദിക്കുന്ന പട്ടിക്കുട്ടി ഏതാണെന്നറിയോ? നാടൻ പട്ടിയൊന്നുമല്ല, നല്ല കിടുക്ക് ഹൈബ്രിഡ് സാധനമാണ്. കിഡ്നി ഊരി കൊടുക്കേണ്ടി വരും, കിഡ്നി. എന്റെ പിള്ളേരെ, നിങ്ങൾ ചുമ്മാ ഇരി, പട്ടിക്കുട്ടിയെ മേടിക്കാൻ പോന്നു. അമ്മൂമ്മ, വേറൊരു വഴിയുണ്ട്. പാറു മക്കളെ, നമ്മൾ അങ്ങോട്ട് പോണ വഴിക്ക് നല്ല സ്വയം ഒരു നാടൻ പട്ടി പ്രസവിച്ച് കിടപ്പുണ്ട്.
4 പിള്ളേരുണ്ട്. അതിനകത്ത് ഒരെണ്ണം ഒരു വെള്ള കളറിൽ കണ്ണിൻ്റെ ഇവിടെ മാത്രം ബ്രൗൺ പുള്ളിയുള്ളൊരു സാധനം, കുളക്കണ സാധനം കേട്ടോ. പിന്നെ ഒരു കറുപ്പുണ്ട്, പിന്നെ വെള്ളയും കറുപ്പും കൂടെ മിക്സായ ഒരു ജർമ്മൻ ഷെപ്പേർഡ് ലുക്കുള്ളൊരു സാധനമുണ്ട്. അങ്ങനെ വേറൊന്നുണ്ട്, അത് എന്തോ ഒരു ലുക്കാണ്. പക്ഷെ 4 കൊള്ളാം. ചൂസ് ദി കറക്റ്റ് ഓപ്ഷൻ. നിന്നെ അവിടെ കൊണ്ടുപോകും. എന്തോ പറയാണ്? ആ 4 എണ്ണത്തിനെ എടുത്ത് യുഎസിലുള്ള മെർലിൻ ചേച്ചിക്ക് കൊണ്ട് കൊടുക്ക്. ഔച്ച്.